ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ പ്രഗ്നൻസി ജേണി ഫൈനൽ പാർട്ടായിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞത് സി സെക്ഷൻ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലായിട്ട് ആക്കി. ഭയങ്കര എന്താ പറയുക, കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഡോക്ടേഴ്സ്. നമുക്ക് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ്, നമ്മൾ നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ടാണ്, ടെൻഷൻ ഫ്രീ ആക്കിയിട്ടാണ് അവർ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലായിട്ട് കൊണ്ടുവന്നത്. എനിക്കും വലിയ കാര്യമായിട്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഭയങ്കര കൂളായിരുന്നു. ഞാൻ പക്ഷേ തലേ ദിവസം ഹസ്ബൻഡ് എടുത്തു, ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇവിടുത്തെ സി സെക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാ ഡോക്ടേഴ്സും നഴ്സുമാരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമ്മൾ നോക്കി പരിചരിച്ച് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സി സെക്ഷൻ ഇവിടുത്തെ. സാധാ ഇവിടെ ഡെലിവറി കാര്യങ്ങളൊക്കെ കുറേ പേർ പറഞ്ഞു കേട്ടേക്കുന്ന അത്ര സുഖമില്ലാത്തൊരു കാര്യമാണ്. കാരണം പെയിൻ വന്നാലും അഡ്മിറ്റ് ആക്കില്ല, നല്ല പെയിൻ വന്നാലാണ് നമ്മൾ ഡെലിവറി ചെയ്യിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ സി സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നില്ല. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി പെയിൻ, അതിന് ശേഷമുള്ള സി സെക്ഷൻ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഡയറക്റ്റ് സി സെക്ഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കാണെങ്കിൽ നമ്മുടെ കൂടെ 5 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഞങ്ങളെ കയറ്റി എല്ലാവരും ഞങ്ങൾ നമുക്ക് ചിരിക്കായിരുന്നു. കാരണം സി സെക്ഷന് പോയി കഴിഞ്ഞപ്പോൾ, കാരണം ഞങ്ങൾക്ക് ഒരു 4-5 ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ ഞങ്ങൾക്ക് ടിൻ ബേബീസാണ് ഇത്ര സാധനം. അവരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ബാഗൊക്കെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ പിള്ളേരുടെ തന്നെ ഒരു വലിയൊരു ട്രോളി ബാഗ്, എൻ്റെ ഒരു ബാഗ്, ചേട്ടൻ്റെ ബാഗ്, അങ്ങനെ കുറേ സാധനം. അപ്പോൾ എല്ലാവരും ഞങ്ങളങ്ങനെ അന്തപ്പെട്ടു, ഇവരെന്താ ഇവിടെ ഇങ്ങനെ കിടക്കാൻ വന്നേക്കുന്നതാണ്. ഓൾറെഡി ഞങ്ങളുടെ സി സെക്ഷൻ ആയതുകൊണ്ട് 5 ദിവസം അഡ്മിഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ നേരത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വന്നാൽ മതിയായിരിക്കും. കാരണം കൊച്ചിന് എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ടി വരും എന്ന് നമ്മുടെ അടുത്ത് മിഡ് വൈഫ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അങ്ങനെ സി സെക്ഷന് കയറ്റി ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2-3 മലയാളീസ് ഉണ്ടായിരുന്നു, മലയാളി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു നഴ്സുമാരായിട്ട്. അവരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. എനിക്ക് സി സെക്ഷൻ എന്ന് വെച്ചാൽ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ വേദന എടുത്തത് ക്യാനുല ഇട്ടപ്പോൾ മാത്രമാണ്. ക്യാനുല ഫസ്റ്റ് അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല, അത് ബൾജായി. അത് മാത്രമാണ് എനിക്ക് വേദന ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സ്പൈനൽ അനസ്തേഷ്യ തന്നപ്പോൾ ഒന്നും അങ്ങനെ വേദന ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഭയങ്കര സ്മൂത്ത്. കാരണം അത്യാവശ്യം വേദന സഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ആകെ ക്യാനലിട്ടത് ബൾജായത് മാത്രമേ എനിക്ക് വേദന എടുത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പ്രൊസീജിയർ തീർന്നു കേട്ടോ. ആദ്യത്തെ ബേബീനെ അവർ തന്നു. കരച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമല്ല, കരച്ചിൽ വന്നു. അതിന് ഹസ്ബൻഡും കരയാൻ തുടങ്ങി. ഫസ്റ്റ് എന്നെ ഹസ്ബൻഡിനെ എന്നെ കാണിച്ചു. അതിൻ്റെ നേരെ കൊച്ചിനെ അവർ മിഡ് വൈഫിന് ഹാൻഡ് ഓവർ ചെയ്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പാൽ കൊടുത്തു. ഒരു മിനിറ്റ് വ്യത്യാസമുള്ളൂ കേട്ടോ. ഒരാൾ 10:30-ക്കും ഒരാൾ 10:31-നും അടുത്ത ആളെ എടുത്തു. അടുത്ത ആൾ കരഞ്ഞു. ആളെയും അതുപോലെ തന്നെ ചെക്കപ്പിന് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് BP ഭയങ്കര ഡ്രോപ്പായിപ്പോയി. പെട്ടെന്ന് വൊമിറ്റിങ്ങും വന്നു. അങ്ങനെ BP ഡ്രോപ്പായി കഴിഞ്ഞപ്പോഴേക്കും എന്നെ പെട്ടെന്ന് എന്താ പറയുക, ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഇട്ട് വേഗം ഇത് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ നടന്നൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഇച്ചിരി നേരം മയങ്ങി. അതിനുശേഷം എന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. ഒബ്സർവേഷൻ റൂമിൽ കുറച്ച് നേരം കൂടുതൽ കിടക്കേണ്ടി വന്നിരുന്നു. കാരണം എൻ്റെ BP സ്റ്റേബിൾ ആവുന്നുണ്ടായിരുന്നില്ലായിരുന്നു, നല്ല രീതിയിൽ ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം അവിടെ കിടത്തി. അതുപോലെ തന്നെ ബേബീസിനും അവിടെ കൂടെ എൻ്റെ ഒപ്പം തന്നെ കിടത്തി. പക്ഷേ എനിക്ക് ഫിസിക്കലി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടയേർഡോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ സമയം വീട്ടിലേക്കും അതുപോലെ തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ബേബീസ് ഉണ്ടായത് വിളിച്ചു പറഞ്ഞ് ഫോട്ടോസ് എടുത്തു. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ എല്ലാം നമ്മുടെ A to Z കാര്യങ്ങൾ അവർ നമുക്ക് കൊച്ചിന് എടുക്കുന്ന അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് എല്ലാം അവർ വീഡിയോയും ഫോട്ടോസും ഒക്കെ മിഡ് വൈഫ് നേഴ്സുമാരൊക്കെ എടുത്തു തന്നിരുന്നു കേട്ടോ. നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഒബ്സർവേഷൻ റൂമിൽ കുറച്ച് കൂടുതൽ നേരം കിടന്നു. പിന്നെ നമ്മൾ ഉള്ളൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഇവിടെ റൂം കിട്ടാൻ പാടാണ്. കൂടുതലും വാർഡിലായിരിക്കും നമുക്ക് കിടക്കേണ്ടി വരിക. അപ്പോൾ എനിക്ക് 2 ബേബീസ് ഉള്ളതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ വാർഡിൽ കിടന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് അതൊരു ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായില്ല. നമ്മളെ വാർഡിലേക്ക് തന്നെയാണ് മാറ്റിയത്. വാർഡിലേക്ക് മാറ്റി കുറച്ച് നേരം കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ BP കാര്യങ്ങളൊക്കെ ഭയങ്കര ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഫുഡ്
ഫുഡ് ഫസ്റ്റ് തന്നെ തന്നു ബ്രെഡ് റോസ്റ്റ്, അതുപോലെ തന്നെ ചായ, അങ്ങനെ കുടിക്കാനൊക്കെ നമുക്ക് സാധനങ്ങൾ തന്നു. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് ലെമൺ ജ്യൂസ് ഉപ്പിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് സ്റ്റേബിളായി. പക്ഷെ എന്നാലും BP ഇത് ഭയങ്കര കുറവായതുകൊണ്ട് അരമണിക്കൂർ കൂടുമ്പോൾ ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ റൂമിലേക്ക് മാറ്റിയപ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ എല്ലാവരും പറയുന്നത് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നില്ല, കിടന്നുറങ്ങാൻ തോന്നുന്നില്ല, ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബേബീസിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല ഹെൽത്തി ആയിട്ട്. ഒരാൾ ഭയങ്കര സ്മോളായിരുന്നു, ഒരാൾ 2 kg, ഒരാൾ 2.5 kg ആയിരുന്നു. ആൾ ഇച്ചിരി ചെറുതായിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള ഇഷ്യൂസോ NIC അഡ്മിഷനോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രീത്തിങ് പ്രോബ്ലംസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും നല്ല സേഫായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് മാറ്റി, നമ്മൾ സേഫായിട്ടിരുന്നു. അവരെ അതുപോലെ തന്നെ ഡ്രസ് ചേഞ്ചിങ്, പാമ്പേഴ്സ് ചേഞ്ച് അതൊക്കെ എല്ലാം ചെയ്ത ഹസ്ബൻഡാണ്. A to Z സപ്പോർട്ടീവായിട്ട് നിന്നത് എൻ്റെ ഹസ്ബൻഡാട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്തത്, അതുപോലെ തന്നെ എന്നെ ടേക്ക് കെയർ ചെയ്തതും എല്ലാം ഹസ്ബൻഡാണ്. നല്ല ഒരു പ്രഷ്യസ് മെമ്മറി എന്ന് പറഞ്ഞ ഒരിതായിരുന്നു C-സെക്ഷൻ. അത്ര ഇഷ്ടപ്പെടാത്തവരായിരിക്കും എല്ലാവരും, പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എൻ്റെ ആഫ്റ്റർ ഡെലിവറി C-സെക്ഷൻ എനിക്കുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി ഇങ്ങനെയായിരുന്നു. നല്ല രീതിയിലും പോയി, കുറച്ച് നല്ല വിഷമവും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ആ വേദനയും വിഷമങ്ങളൊക്കെ മാറി എല്ലാം രീതിയിൽ ഹാപ്പി ആയിരുന്നു. പക്ഷെ നമുക്ക് ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.